ഹലോ കൂട്ടുകാരെ, ഒരുപാട് പേര് കാത്തിരുന്ന 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 2008 കാലഘട്ടമാണ്. ഈ ഒരു ഹെലികോപ്റ്റർ ഇപ്പൊ പറന്നു പോകുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനടുത്തുള്ള സെന്റ് ഹുബർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരു വലിയ ഡൈനോസർ റിസർച്ച് ലബോറട്ടറി ഉണ്ട്. ട്രാൻസ്ജെനിക്കും മ്യൂട്ടേറ്റഡുമായിട്ടുള്ള ഒരുപാട് ഡൈനോസറുകളെ ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള ജനറ്റിക് എക്സ്പെരിമെന്റ്സും യുവമാര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഇപ്പൊ അവിടുത്തെ ഒരു സ്റ്റാഫ് ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ട് അതിന്റെ കവർ അവിടെ അറിയാതെ വീണുപോയി. അതിപ്പോ പറന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോറിന്റെ വെന്റിലേഷന്റെ ഉള്ളിലേക്ക് പോയി. ഇതാരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ അവിടുത്തെ എല്ലാ ഡോറുകളും അൺലോക്ക് ആയി. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു സംഭവം നടന്നത്. എംപ്ലോയീസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ചിതറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവിടുത്തെ ഒരു ലേഡി എംപ്ലോയി ആ കാഴ്ച കണ്ട് അമ്പരന്ന് പോയത്. ടൈറനോസോർ, അതായത് ഡിസ്റ്റോട്ടസ് റെക്സ് ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കുടുങ്ങിപ്പോയി. വേഗം ഡോർ തുറക്കുന്നൊക്കെ ആ ഒരു എംപ്ലോയി പറഞ്ഞു. പക്ഷെ ഈ ഒരു ലേഡി ആകെ പകച്ചു നിന്നുപോയി. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈറനോസോർ അയാളെയും പിടിച്ചുകൊണ്ടുപോയി. ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ആ ഒരു ഐലൻഡ് ഉപേക്ഷിക്കേണ്ടതായിട്ട് തന്നെ വന്നു. ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. കറക്റ്റായി പറഞ്ഞ ഇപ്പൊ 2025 ആയിട്ടുണ്ട്. ഭൂമിയിലുള്ള ഒരു കാലാവസ്ഥയിലും ഇപ്പോ ഈ ഒരു ഡൈനോസറുകൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല. ബാക്കി വന്ന കുറച്ച് ഡൈനോസറുകളാണെന്നുണ്ടെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പൊ വസിക്കുന്നത്. പാർക്കർ ജെനിക്സ് എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, അതിന്റെ എക്സിക്യൂട്ടീവ് ആയ മാർട്ടിൻ ക്രെബ്സിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു സീക്രട്ട് മിഷന്റെ ഭാഗമായിട്ട് മാർട്ടിൻ ഇപ്പോൾ സോറ ബെന്നറ്റ് എന്ന് പറയുന്ന എക്സ് മിലിറ്ററി ഗേളിനെ റിക്രൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ പോകുന്നത് പാലിയന്റോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഹെൻറിയെ കാണാനായിട്ടാണ്. മാർട്ടിൻ ഹെൻറിയോട് തന്റെ പ്ലാൻ പറഞ്ഞു. സെന്റ് കുബർട്ടിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ഏറ്റവും വലിയ 3 ലാർജസ്റ്റ് റിമൈനിങ് പ്രീ ഹിസ്റ്റോറിക് സ്പെസിമെൻസിന്റെ സാമ്പിൾ ശേഖരിക്കാനായിട്ട്, അതായത് ബ്ലഡ് സാമ്പിൾ എടുക്കാനായിട്ടാണ് ഇവരിപ്പോ പോകുന്നത്. ഇതെന്തിനാണെന്ന് നമ്മുടെ ഹെൻറി ചോദിക്കുമ്പോൾ അതൊരു ഹേർട്ട് ഡിസീസ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണെന്നാണ് നമ്മുടെ മാർട്ടിൻ പറയുന്നത്. ആദ്യമൊന്നും ഡോക്ടർ ഹെൻറി കൺവിൻസ് ആയില്ല. പിന്നീട് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത നിമിഷം തന്നെ അപ്പൊ നമുക്ക് പോവാം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അങ്ങനെ ദേ ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് സെന്റ് കുബർട്ടിലേക്ക് പോകുന്നതിനുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഇനിയും ആ ഒരു യാത്ര നടത്തുന്നതിന് ആളുകളെ അത്യാവശ്യമാണ്. സോറ ഇപ്പോ അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഡങ്കനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഡങ്കന്റെ ബോട്ട് ഉപയോഗിച്ചാണ് ആ ഒരു ഐലൻഡിലേക്ക് ഇവർ പോകാനായിട്ട് നിൽക്കുന്നത്. ബോട്ട് ഡ്രൈവർ ആയിട്ടുള്ള ലേ ക്ലർക്ക്, പിന്നെ മെഴ്സണറി ആയിട്ടുള്ള ഒരു നീന എന്ന് പറയുന്ന ലേഡിയും അവരുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ ഒരാളും കൂടെ, ഒരു സെക്യൂരിറ്റി ചീഫ്, ബോബി എന്നാണ് അയാളുടെ പേര്. യാത്ര തുടങ്ങിയിട്ടില്ല, എല്ലാവരെയും നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഈ വന്ന് കെട്ടിപ്പിടിക്കുന്നവനില്ലേ, അവനാണ് ബോബി. അങ്ങനെ സെന്റ് ക്യൂബർട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. ഈ ബോട്ട് ഓടിക്കുന്ന ആളാണ് ലേ ക്ലർക്ക്, ഒപ്പം നിൽക്കുന്നതാണ് നീന. എല്ലാം ഓക്കെ, എങ്ങനെ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യും? അതാണ് മാർട്ടിൻ ഇവരടുത്ത് ചോദിക്കുന്നത്. ഡോക്ടർ ഹെൻറിയുടെ കയ്യിൽ അതിന് പറ്റിയ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിപ്പോ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സാധാരണ വെടി വെച്ചിട്ട് അല്ലെങ്കിൽ അതിനെ മയക്കിയിട്ടൊക്കെയാണ് ഈ ബ്ലഡ് സാമ്പിളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാറുള്ളത്. പുള്ളിക്കാരന്റെ കയ്യിൽ ഒരു ചെറിയ റോക്കറ്റ് ഉണ്ട്. സാമ്പിൾ കളക്ട് ചെയ്യുന്ന ഒരു ഗ്ലാസ് ട്യൂബ്, അത് നേരെ ട്രാങ്ക്ലൈസർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡൈനോസറിന്റെയോ എന്ത് ജീവിയാണോ അതിന് നേരെ വെടിവെക്കുന്നു. അത് അതിന്റെ ശരീരത്തിലേക്ക് തറയ്ക്കുന്ന സമയം തന്നെ താനെ അത് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യും. ആ ട്യൂബ് ഫില്ലായ അപ്പൊ തന്നെ അത് ആകാശത്തിലേക്ക് ഒരു റോക്കറ്റ് പോലെ ഉയർന്നു പോകും. മുകളിലേക്ക് പോകുന്ന ഈ ഒരു ബ്ലഡ് സാമ്പിൾ നേരെ താഴേക്ക് വീഴും. പക്ഷെ അപ്പൊ തന്നെ അതിനൊരു പാരച്യൂട്ടും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാരച്യൂട്ട് വർക്കാവും. അതിങ്ങനെ ഒരു പാരച്യൂട്ടിൽ പതിയെ താഴോട്ട് വരും. അപ്പൊ അത് ഇവർക്ക് എടുക്കാനും പറ്റും. പിന്നീട് കാണിക്കുന്നത് കടലിൽ ചുമ്മാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റിയൂബനെയും ഫാമിലിയുമാണ്. റിയൂബന് 2 പെൺമക്കളാണുള്ളത്. ഒരെണ്ണം ഇസബെല്ല, ഒരെണ്ണം തെരേസ. തെരേസയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള സേവിയറും ഈ ഒരു ബോട്ടിലുണ്ട്. രാത്രി മൊത്തം ബോട്ട് ഓടിച്ചത് റിയൂബനാണ്. ഇനി ഓടിക്കേണ്ടത് സേവിയർ ആണെന്ന് റൂബൻ പറയുമ്പോൾ അവന് മടിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. എവിടുന്ന് കിട്ടിയടി ഈ മണകൊണാഞ്ചനെ എന്ന് മകളോട് ചോദിക്കണമെന്ന് നമ്മുടെ റിയൂബന്റെ മനസ്സിലുണ്ട്. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. സേവിയർ വീണ്ടും ബോട്ടിന്റെ താഴെ തട്ടിലേക്ക് പോയി കിടന്നുറങ്ങി. പെട്ടെന്നാണ് മക്കളെ അങ്ങോട്ടേക്ക് മോസാസോറസ് വരുന്നത്. ഏതെങ്കിലും വലിയ മീനായിരിക്കും എന്നാണ് ഇവരാദ്യം വിചാരിച്ചത്. പക്ഷേ മോസാസോറസിനെ കണ്ടതോട് കൂടിയിട്ട് ഇവരുടെ 3 പേരുടെയും കിളി പോയി. പെട്ടെന്ന് തന്നെ ആ ഒരു ബോട്ട് ഈ ഒരു മോസാസോറസ് വന്നിട്ട് മറിച്ചിടുകയാണ്. രേസയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള സേവിയർ ബോട്ടിനകത്ത് പെട്ടുപോയി. ഒരു വിധത്തിലാണ് അവൻ അവിടെ നിന്നും ആ ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് വരുന്നത്. ബാക്കിയുള്ള 3 പേരും അപ്പോഴേക്കും ഈ മറിഞ്ഞു കിടന്ന ബോട്ടിന്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട്.
ഈ സേവിയർ ആണെന്നുണ്ടെങ്കിൽ നീന്തി വരുമ്പോഴേക്കും അവന്റെ പിന്നാലെ ആ ഒരു ഭീകരനായിട്ടുള്ള മൊസസോറസ് വരികയാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. അത് ഇവരുടെ ബോട്ടിന് താഴെ കൂടെ നീന്തി അങ്ങോട്ട് പോയി. പിന്നീട് കാണിക്കുന്നത് സോറ അവളുടെ മരിച്ചുപോയ ബോയ്ഫ്രണ്ടിനെ ആലോചിച്ച് ഇരിക്കുന്നതാണ്. അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലോട്ട് പോവാം. മുങ്ങിപ്പോയ ആ ഒരു ബോട്ടിൽ നിന്നും സേവിയർ രക്ഷപ്പെട്ട് പുറത്തു വരുമ്പോഴേക്കും അവൻ റേഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ റേഡിയോ ഉപയോഗിച്ച് റിയൂബൻ ഞങ്ങളുടെ ബോട്ട് മുങ്ങിപ്പോയി എന്നുള്ള രീതിയിലൊക്കെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സന്ദേശം ഇവരുടെ ബോട്ടിന്റെ റേഡിയോയിലും വന്നു. അവരെ രക്ഷിക്കണ്ടേ എന്നാണ് ഇപ്പോ നമ്മുടെ സോറ ചോദിക്കുന്നത്. പക്ഷേ മാർട്ടിനും അതുപോലെ തന്നെ ഈ ഒരു ബോബിയും സമ്മതിക്കുന്നില്ല. ഇതെന്റെ ബോട്ടാണ്, അവരെ രക്ഷിച്ചിട്ട് മതി ബാക്കിയുള്ള എക്സ്പെഡിഷൻ എന്നാണ് ഇപ്പൊ നമ്മുടെ രംഗം പറയുന്നത്. വീണ്ടും ഇവരങ്ങനെ പുറകോട്ട് പോവുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം പിന്നോട്ട് സഞ്ചരിച്ച ശേഷം ആ ഒരു കുടുംബത്തെ അവർ കണ്ടെത്തി രക്ഷിക്കുകയും ചെയ്തു. മൊസാസോറസ് ഇവരെ ആക്രമിച്ച കാര്യം റൂബനും കുടുംബവും ബാക്കിയുള്ളവരോട് പറഞ്ഞു. പെട്ടെന്നാണ് ഈ ഒരു ബോട്ടിനടുത്തുകൂടെ മൊസാസോറസ് പോകുന്നത് ഡങ്കൻ കാണുന്നത്. ഇവരെല്ലാവരും കൂടി മൊസാസോറസിന്റെ സാമ്പിൾ എടുക്കാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ 10 മീറ്റർ ഡിസ്റ്റൻസിലെ ആ ഒരു ട്രാങ്കുലൈസർ ഉപയോഗിച്ച് കറക്റ്റ് ഷോട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ബോട്ട് പരമാവധി അതിന്റെ അടുത്തുകൂടെ തന്നെ ഡങ്കൻ ഓടിക്കുകയാണ്. മൊസാസോറസ് ആകട്ടെ നീന്തി തുടിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ നമ്മുടെ സോറ മൊസാസോറസിന്റെ ബ്ലഡ് സാമ്പിൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യം ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോ തന്നെ ഈ ഒരു മൊസാസോറസ് വന്നിട്ട് ആ ഒരു ഷിപ്പിനിടിച്ചു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഉന്നം തെറ്റിപ്പോയി. വീണ്ടും ഒരു ഡാർട്ട് എടുത്തുകൊണ്ട് ഒറ്റ വെക്കല് അത് കറക്റ്റ് കൊണ്ടു ആ ഒരു ബ്ലഡ് സാമ്പിൾ ഇത് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്ലഡ് സാമ്പിൾ ആ ഒരു ഡാർട്ടിൽ മുഴുവൻ ഫിൽ ആയതിനു ശേഷം അത് അപ്പൊ തന്നെ പറന്നങ്ങോട്ട് പൊങ്ങും. ഡങ്കൻ അപ്പൊ തന്നെ ബോട്ടിന്റെ വേഗത കുറച്ചു. ഈ ഒരു ബ്ലഡ് സാമ്പിൾ പറന്ന് ഇപ്പൊ പാരച്യൂട്ടൊക്കെ ഇട്ടിട്ട് പതിയെ താഴേക്ക് വരുന്നുണ്ട്. ഡോക്ടർ ഹെൻറി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത് ക്യാച്ച് ചെയ്ത് പിടിച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പി, പ്രത്യേകിച്ച് നമ്മുടെ മാർട്ടിൻ. ഇനിയും 2 സാമ്പിൾ എടുക്കാനായിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് തെറ്റി. ഈ ഒരു ഷിപ്പിനെ പിന്തുടർന്നുകൊണ്ട് ഒരുപാട് സ്പൈനോസോറസുകൾ വരികയാണ്. കൂടെ തന്നെ മൊസാസോറസും ഉണ്ട് പ്രതികാരം തീർക്കാനായിട്ട്. ബോബി അപ്പ തന്നെ അതിന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അവന്റെ പുറകിലൂടെ തന്നെ ഒരു സ്പൈനോസോറസ് വന്നിട്ട് അവനെ കടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോവുകയാണ്. ഇത് നോക്കി നിൽക്കാനല്ലാതെ ബാക്കിയുള്ളവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ബോട്ടിനെ വളഞ്ഞു നിന്ന് എല്ലാം കൂടി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നീനയാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലാണ് ഒരു കടിയിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഇതൊക്കെ കണ്ട തെരേസ നേരെ പോകുന്നത് റേഡിയോയുടെ അടുത്തേക്കാണ്. വേഗം തന്നെ അധികൃതരെ വിവരം അറിയിക്കണം. പക്ഷെ മാർട്ടിൻ അവളെ തടയുകയാണ്. കാരണം ഇതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണല്ലോ, ഇത് പുറം ലോകം അറിഞ്ഞ പ്രശ്നമാണല്ലോ. അവളെ തടഞ്ഞതോട് കൂടിയിട്ട് ഇവള് തന്നെ അവനെ തള്ളിയിട്ടു. പക്ഷെ അവളും നേരത്തെ താഴേക്ക് വിടാനായിട്ട് പോവുകയാണ്. മാർട്ടിൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു വീഴ്ച ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറെ നേരം തെരേസ അള്ളി പിടിച്ച് ബോട്ടുമ കിടന്നു. പക്ഷെ അവള് താഴേക്ക് വീണുപോയി. ഇത് കണ്ട തെരേസയുടെ കാമുകനായിട്ടുള്ള സേവിയർ ഒട്ടും അമാന്തിച്ചില്ല. അവനും വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ഇവരെ പിന്തുടർന്നുകൊണ്ട് സ്പൈനോസോറസുകളും അതുപോലെ തന്നെ മൊസാസോറസും ഉണ്ട്. ഈ ഒരു ബോട്ട് ഇപ്പോ ഡങ്കൻ കരയിലേക്ക് ഇടിച്ചിറക്കാനായിട്ട് പോവുകയാണ്. ആവശ്യമുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും സാധനങ്ങളും ഒക്കെ സോറയും ഡോക്ടർ ഹെൻറിയും പാക്ക് ചെയ്തു. ഇതിനിടയിൽ റൂബനും ഇസബെല്ലയും വെള്ളത്തിലേക്ക് എടുത്തു ചാടിയിരുന്നു. വലിയ കുഴപ്പമൊന്നും സംഭവിക്കാതെ ഡങ്കൻ കരയിലേക്ക് ആ ഒരു ബോട്ട് ഇടിച്ചങ്ങട് കയറ്റി. ഇതിനകം തന്നെ സേവിയർ തെരേസയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. റൂബനും ഇസബെല്ലയും ഇപ്പോ അവരെ കണ്ടുമുട്ടി. ബോട്ടിൽ നിന്നും ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീന. അവൾ അറിയാതെ തന്നെ അവളുടെ പുറകിലൂടെ ഒരു സ്പൈനോസോറസ് വന്നിട്ട് ഇവരുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ കടിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ്. നോക്കി നിൽക്കാനല്ലാതെ ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇനിയും ഇവിടെ നിന്നാൽ പണി കിട്ടുമെന്ന് ഉറപ്പാണ്. ബാക്കിയുള്ള സാമ്പിൾ എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഐലൻഡിൽ നിന്നും പോകണം എന്നാണ് മാർട്ടിനും സോറയും ഇപ്പോൾ പറയുന്നത്. മറുവശത്ത് ഈ ഒരു ഐലൻഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വില്ലേജ് ഉണ്ടായിരിക്കും, അങ്ങോട്ടേക്ക് നമുക്ക് പോകാം എന്നാണ് മക്കളോടും സേവിയറിന്റെ അടുത്തും റൂബൻ പറയുന്നത്. മറുവശത്ത് ഇനിയും ഈ ഒരു കടൽക്കരയിൽ നിൽക്കുന്നത് അത്ര ബുദ്ധിയല്ല, സ്പൈനോസോറസുകൾ ഇനിയും തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് സോറ ഇവിടുത്തെ ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ കട്ട് ചെയ്ത് ഇപ്പോ ആ ഒരു ഐലൻഡിലേക്ക് അവരെയും കൊണ്ട് പോവുകയാണ്. ഇതിനിടയിൽ തന്നെ മാർട്ടിന്റെ അടുത്ത് സോറ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തെരേസയെ തള്ളിയിട്ടതാണോ? അവൾക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? മാർട്ടിൻ ആ ഒരു ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. മറുവശത്ത് റൂബനും ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈപ്പുകളൊക്കെ കാണുന്നുണ്ട്. ഇത് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായും വില്ലേജിലേക്ക് എത്താനായിട്ട് കഴിയും എന്നാണ് റൂബൻ പറയുന്നത്. നമ്മുടെ എക്സ്പെഡിഷൻ ടീം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചെറിയ തടാകം മുറിച്ച് കിടക്കുകയാണ്. അതിനുള്ളിലേക്ക് ഒരുപാട് ഈൽ മത്സ്യങ്ങളൊക്കെ പോലെയുള്ള പലതരത്തിലുള്ള ഡൈനോസറുകൾ ഉണ്ട്. എന്തോ ഭാഗ്യത്തിന് അതൊന്നും ഇവരുടെ അടുത്തേക്ക് വരുന്നില്ല. അങ്ങനെ എല്ലാവരും കരയ്ക്ക് കയറി. ലാസ്റ്റ് മാർട്ടിൻ കരയ്ക്ക് കയറാനായിട്ട് നിൽക്കുമ്പോ ഈലിനെ പോലെയുള്ള ആ ഒരു ഡൈനോസർ വന്നിട്ട് അവനെ ആക്രമിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മാർട്ടിനും കരയ്ക്ക് കയറി. റൂബനും കുടുംബവും അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇസബെല്ലയുടെ അടുത്തേക്ക് ഒരു കുഞ്ഞു ഡൈനോസർ വരുന്നത്. തെരേസ അതിനെ ഓടിച്ചു വിട്ടു. പലതരത്തിലുള്ള ഡൈനോസറുകളെ കൊണ്ട് നിറഞ്ഞ ഐലൻഡിലാണ് തങ്ങൾ വന്നു പെട്ടതെന്ന്
ഇപ്പൊ റൂബനും കുടുംബത്തിനും മനസ്സിലായി. മാർട്ടിനും സംഘവും ഒരു വെള്ളച്ചാട്ടമൊക്കെ കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ കുറച്ച് വെള്ളം ശേഖരിക്കുന്നത്. പെട്ടെന്നാണ് ആ ഒരു ചോലയിലേക്ക് എന്തോ ഒരു ലിക്വിഡ് വീഴുന്നത് അവൻ കാണുന്നത്. മുകളിലേക്ക് നോക്കിയപ്പോ ഒരു വലിയ ഹെലികോപ്റ്റർ ഒരു മരത്തിന് മുകളിലായി തങ്ങി നിൽക്കുന്നു. മാർട്ടിൻ ടീം അംഗങ്ങളോട് അതൊന്നും പറയുന്നില്ല, വീണ്ടും യാത്ര തുടർന്നു. ഇതേ സമയം നമ്മുടെ റൂബനും കുടുംബവും ഒരു മരത്തിന് ചുവട്ടിലായിട്ട് അന്നത്തെ ദിവസം കിടന്നുറങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. ആദ്യമൊക്കെ സേവിയറിന്റെ സ്വഭാവം നമ്മുടെ റൂബന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ തന്റെ മകളെ അത്രയും റിസ്ക് എടുത്ത് ചാടി രക്ഷിച്ചത് സേവിയർ ആണ്. അതിനുള്ള നന്ദിയൊക്കെ ഇപ്പൊ സേവിയറിന്റെ അടുത്ത് അവൻ പറയുന്നു. ഞാനിപ്പോ വരാം, ഒന്ന് മൂത്രമൊഴിക്കട്ടെ എന്നും പറഞ്ഞ് സേവിയർ പോയി. അപ്പോഴാണ് ഇസബെല്ലയുടെ അടുത്തേക്ക് ആ ഒരു കുഞ്ഞു ഡൈനോസർ വീണ്ടും വരുന്നത്. അവൾ അതിന് ചോക്ലേറ്റും മറ്റുമൊക്കെ നൽകി. ആ ഒരു ഡൈനോസറും ഇപ്പോ അവളുടെ ബാഗിനടുത്തായി വന്ന് കിടന്നുറങ്ങുന്നു. മറുവശത്ത് സേവിയർ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവന്റെ പുറകിലായിട്ട് 2 വെലോസിറാപ്റ്റർ വരികയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. എന്തായാലും ഇവന് പിടിക്കുന്ന ഉറപ്പായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഒരു മ്യൂട്ടാഡോൺ വരികയാണ്. അതായത് മ്യൂട്ടേറ്റഡ് റാപ്റ്റർ, അല്ലെന്നുണ്ടെങ്കിൽ ടെറോസോർ ഹൈബ്രിഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു വെലോസിറാപ്റ്ററിനെയും എടുത്ത് റാഞ്ചി കൊണ്ട് പറന്നങ്ങോട്ട് പോയി. സേവിയറിന്റെ കിടുക്കാമണി വരെ മരവിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതുവരെ മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്ന അവനാകട്ടെ ആ മൂത്രം അപ്പൊ തന്നെ സ്റ്റെക്കായി പോയിട്ടുണ്ടായിരുന്നു. ഇതുങ്ങളൊക്കെ പോയതിനു ശേഷമാണ് വീണ്ടും അവൻ മര്യാദയ്ക്കൊന്ന് മൂത്രമൊഴിക്കുന്നത്. ഹാവൂ, ഒന്ന് പ്രസവിച്ച സുഖം കിട്ടി എന്നാണ് സേവിയർ മനസ്സിൽ വിചാരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എക്സ്പെഡിഷൻ ടീം ഒരു വലിയ പുൽമൈതാനത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് ടൈറ്റനോസോറസുകളെ കാണുകയാണ്. ഉടൻ തന്നെ നമ്മുടെ ഡോക്ടർ ഹെൻറിയും സോറയും കൂടി ചേർന്ന് അടുത്ത ഡാർട്ട് ആ ഒരു ട്രാൻക്വലൈസറിൽ ഫില്ല് ചെയ്യാനായിട്ട് ആരംഭിച്ചു. എന്നിട്ട് ഇതിന്റെ തലയ്ക്ക് ഒറ്റ വെക്കല്. അതോടുകൂടിയിട്ട് ആ ഒരു ടൈറ്റനോസോറസിന്റെ ബ്ലഡ് സാമ്പിളും ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഇവർക്ക് ഒരേ ഒരു സാമ്പിൾ മാത്രമേ കളക്ട് ചെയ്യാനായിട്ടുള്ളൂ. റൂബനും കുടുംബവും വീണ്ടും യാത്ര ആരംഭിച്ചു. ആ ഒരു കുഞ്ഞു ഡൈനോസർ നമ്മുടെ ഇസബെല്ലയെ പിന്തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇസബെല്ല അപ്പൊ തന്നെ ആ ഒരു കുഞ്ഞു ഡൈനോസറിന് ഒരു പേരുമിട്ടു, ഡോളോറസ്. വീണ്ടും ഇവര് മുന്നോട്ടേക്ക് പോയപ്പോ പെട്ടെന്ന് ഒരു താഴ്ചയിലേക്ക് 4 പേരും വീണു പോവുകയാണ്. റൂബന് കാലില് ചെറുതായിട്ടൊന്ന് പരിക്കും പറ്റി. ഡോളോറസ് എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു ഡൈനോസർ എന്തോ കണ്ട് പേടിച്ചോടുന്നുണ്ട്. ഇവർക്കൊന്നും മനസ്സിലായില്ല. ഇവരങ്ങനെ അവിടെ ഒരു തടാകം കാണുന്നു. റൂബന് കാല് വയ്യാത്തതുകൊണ്ട് തന്നെ നമ്മുടെ തെരേസയാണ് ആ ഒരു തടാകത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്നത്. അവിടെ ഒരു ബോട്ട് ഉണ്ട്. ആ ഒരു ബോട്ട് എടുക്കാനായിട്ടാണ് അവൾ അങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഒരു ഡിനോസറിനെ അവിടെ പകുതി തിന്നിട്ടതായി അവൾ കാണും. ചെകിള വിരിച്ച ഒരു ഡൈനോസർ വന്ന് അവളെ പേടിപ്പിക്കാൻ നോക്കി. പക്ഷെ അത് മറ്റെന്തോ കണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. പെട്ടെന്ന് തന്നെ തെരേസ തിരിഞ്ഞു നോക്കി. നോക്കുമ്പോ ഒരു കുഞ്ഞു വാവേനെ പോലെ നമ്മുടെ സാക്ഷാൽ ടീറക്സ് പുല്ലിൽ കിടന്നുറങ്ങാണ്. ഇത് കണ്ടതും തെരേസയുടെ സകല ഗ്യാസും പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ റൂബനും സേവിയറും ഇസബെല്ലയും അപ്പുറത്ത് നിൽക്കുകയാണ്. ഇവളുടെ ഭാഗ്യത്തിന് ടീറക്സ് ഇപ്പോഴും നല്ല ഉറക്കാണ്. തെരേസ ആ ഒരു ബോട്ടിന്റെ ബോക്സ് അങ്ങോട്ട് എടുത്തു. അതിന്റെ ആ ഒരു സാധനം വലിക്കുമ്പോൾ തന്നെ അതൊരു ബോട്ടായി മാറുന്ന അങ്ങനത്തെ ടൈപ്പിലുള്ള ഒരു സാധനമാണ്. ഇവൾ അതിങ്ങനെ വലിച്ച് വലിച്ച് ആ ഒരു പാലത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഡൈനോസർ ആയിട്ടുള്ള ഡോളോറസും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് മിണ്ടാതിരിക്കാനായിട്ട് നമ്മുടെ ഇസബെല്ല അതിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവൾ അങ്ങനെ ഈ സാധനം വലിക്കുന്നതിന്റെ ഇടയിൽ ബലൂൺ വീർക്കൂലേ, അതേപോലെ തന്നെ ആ ഒരു റാഫ്റ്റ് അങ്ങോട്ട് വീർക്കാണ്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ടീറക്സ് ചേട്ടൻ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ പിന്നീട് അവൾ നോക്കുമ്പോൾ ടീറക്സിനെ കാണാനില്ല. അങ്ങനെ അവള് ആ ഒരു ബോട്ടിൽ കയറിയിട്ട് പതിയെ കരക്കെടുക്കാനായിട്ട് നോക്കുമ്പോൾ ഈ ഒരു ടീറക്സ് ആണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തായിട്ടൊന്ന് വെള്ളം കുടിക്കുകയാണ്. ഇവരെല്ലാവരും അങ്ങനെ പതിയെ ബോട്ടിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ടീറക്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പോയാലോ എന്നുള്ള ഭാവത്തില് ഇവരുടെ കൂടെ ആ ഒരു പുഴയിലേക്ക് ഇറങ്ങി വരികയാണ്. ഇവര് ഭയങ്കര സ്പീഡിൽ തുഴഞ്ഞിങ്ങനെ പോവാണ്. പക്ഷെ ടീറക്സ് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിനടിയിൽ കൂടെ മുങ്ങാങ്കുഴി ഇട്ട് പോയിട്ട് ഇവരുടെ ബോട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് അങ്ങോട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തട്ട് ബോട്ട് ഒക്കെ കൂടി ചിന്നി ചെതറിയണ്ട് വീണിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഓരോരുത്തരായിട്ട് 2 പാറയിടുക്കുകളുണ്ട്. അതിനപ്പുറത്തേക്ക് എത്തി. ഈ ഒരു ടീറക്സിന് അതിനുള്ളിലേക്ക് കടക്കാനായിട്ട് പറ്റില്ല. കാരണം അതൊരു ചെറിയ പാറയിടുക്കാണ്. ഇപ്പൊ ഇസബെല്ല മാത്രമാണ് അവിടെ നിന്ന് വരാനുള്ളത്. ഇസബെല്ല ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞ ബോട്ട് ഉണ്ടല്ലോ അതിന്റെ അടിയിലുണ്ടായിരുന്നു. ഈ ടീറക്സ് ആണെന്നുണ്ടെങ്കിൽ അത് കടിച്ചു കൊടയാനായിട്ട് ആരംഭിച്ചു. എന്തോ ഭാഗ്യത്തിന് അവൾ അവിടെ നിന്ന് നീന്തിയിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ടീറക്സ് ഈ ഒരു ബോട്ടാണെന്നുണ്ടെങ്കിൽ വായിലിട്ട് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. ആ 2 പാറയിടുക്കിലൂടെ തലയിട്ടിട്ട് ടീറക്സ് ആശൻ ഇവരെ കടിച്ചെടുക്കാനായിട്ടൊക്കെ നോക്കി. പക്ഷെ നടന്നില്ല. അങ്ങനെ നമ്മുടെ ടീറക്സ് മാമൻ അവിടെ നിന്ന് പോയി. എന്നിട്ട് ആ ഒരു ബോട്ട് ടീറക്സ് ആണോന്നറിയില്ല അവർക്ക് തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടതോട് കൂടിയിട്ട് അവരെല്ലാവരും ചിരിക്കുകയാണ്. സാധാരണ സിനിമകളിലൊക്കെ ക്യാമിയോ റോളിലൊക്കെ ഓരോരോ ഹീറോസ് വരില്ലേ, അതുപോലെയാണ് നമ്മുടെ ടീറക്സ് എന്ന ഈ ഒരു സിനിമയിൽ കുറച്ച് ഭാഗത്ത് വന്നു പോകുന്നത്. മറുവശത്ത് നമ്മുടെ എക്സ്പെഡിഷൻ ടീം അടുത്ത സാമ്പിള് ശേഖരിക്കാനായിട്ട് പോവുകയാണ്. അത് മറ്റാരുടെയുമല്ല,
ക്വെറ്റ്സൽ കോട്ട്ലസ് എന്ന് പറയുന്ന ഒരു കാർണിവോറസിന്റെയാണ്. അതിന്റെ കൂടി ഇവര് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സോറയും ഹെൻറിയും പിന്നെ അതുപോലെ തന്നെ ലേക്ലർക്കും എല്ലാരും കൂടി ചേർന്നിട്ട് ഇപ്പോ ഒരു റോപ്പൊക്കെ ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങുക. ഡോക്ടർ ഹെൻറിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒന്ന് കാലൊക്കെ തെറ്റി വീഴാനായിട്ടൊക്കെ പോയി. പക്ഷെ സോറ അവനെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഡോക്ടർ ഹെൻറിയും സോറയും കൂടി ആ ഒരു ക്വെറ്റ്സൽ കോട്ട്ലസിന്റെ കൂട്ടിലേക്ക് കയറിയിട്ട് അതിന്റെ മുട്ട എടുത്തു. എന്നിട്ട് ഇപ്പോ അതിൽ നിന്നും സാമ്പിള് ശേഖരിക്കുകയാണ്. പക്ഷേ പണി പാളി. ക്വെറ്റ്സൽ കോട്ട്ലസ് അങ്ങോട്ടേക്ക് വന്നു. ആരാണ്ടാ കൂട്ടിൽ കയറിയ ഇവരെ 3 പേരെയും അറഞ്ചും പുറച്ചും ആക്രമിക്കാനായിട്ട് തുടങ്ങി. ഇതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക എടുത്തിട്ട് ലേക്ലർക്ക് ഈ ഒരു ക്വെറ്റ്സൽ കോട്ട്ലസിന്റെ നേരേക്ക് എറിഞ്ഞു. അപ്പൊ ദേണ്ടടാ അത് പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ഈ ഒരു ലേക്ലർക്കിനെ പിടിക്കാനായിട്ട് വരികയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഡോക്ടർ ഹെൻറി താഴേക്ക് പോയി. സോറ ആ ഒരു റോപ്പ് വലിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ക്വെറ്റ്സൽ കോട്ട്ലസ് ഇപ്പോ ഈ ഒരു ലേക്ലർക്കിനെ പിടിക്കാനായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർട്ടിനും ഡങ്കനും കൂടി ചേർന്ന് ആ ഒരു റോപ്പ് ഉപയോഗിച്ച് ലേക്ലർക്കിനെ മുകളിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ക്വെറ്റ്സൽ കോട്ട്ലസ് അപ്പോഴേക്കും ലേക്ലർക്കിനെ വായിലാക്കി ചമച്ചോണ്ടിരിക്കുകയായിരുന്നു. അവന്മാര് അപ്പോഴും വലിയോട് വലിയാണ്. പിന്നീടാണ് കാര്യം മനസ്സിലായത്. അങ്ങനെ ഡങ്കനും മാർട്ടിനും കണ്ടം വഴി ഓടി. അപ്പോഴേക്കും സോറ പിടിച്ചു വെച്ചിരുന്ന ആ ഒരു റോപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഹെൻറി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു കല്ല് മടർന്നുകൊണ്ട് നേരെ താഴോട്ട് വീഴാണ്. പുള്ളിക്കാരന്റെ ഭാഗ്യം എന്ന് പറയട്ടെ, ഒരുപാട് ഇലയുടെ മണ്ടയിലൊക്കെ തട്ടി തട്ടി താഴേക്ക് വീണത് ഒരു അരുവിയിലേക്കായിരുന്നു. അവിടെ കളിച്ചോണ്ടിരുന്ന കുഞ്ഞു ഡൈനോസേഴ്സ് വരെ പേടിച്ച് ഓടിപ്പോയി. അങ്ങനെ 3ാമത്തെ സാമ്പിളും ഇവര് ശേഖരിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകണം. മറുവശത്ത് റൂബനും കുടുംബവും ഇപ്പോ ഇന്ത്യൻ കോംപ്ലക്സ് എന്ന് പറയുന്ന നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഡൈനോസർ റിസർച്ച് ലബോറട്ടറി ഉണ്ടല്ലോ, അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അതാകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ സമയം നമ്മുടെ എക്സ്പെഡിഷൻ ടീമും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. തെരേസ ആകട്ടെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉറക്കെ വിളിച്ച് കൂവിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് നമ്മുടെ സോറ ഈ ഒരു വിളിയൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവർ 2 കൂട്ടരും പരസ്പരം കണ്ടുമുട്ടുന്നു. തെരേസ മാർട്ടിനെ കണ്ടതോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് വന്നിട്ട് അവനെ അടിക്കാനായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും അവളെ പിടിച്ചു വെച്ചു. എന്നെ ഇവനാണ് തള്ളി താഴെടാനായിട്ട് നോക്കിയത്. ഇല്ലില്ല, അതൊക്കെ ആക്സിഡന്റലി സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാം. ഉടൻ തന്നെ ഹെലികോപ്റ്റർ ഇങ്ങോട്ടേക്ക് വരും. അതും പറഞ്ഞ് സോറയുടെ കയ്യിൽ നിന്ന് ആ ഒരു സാമ്പിളൊക്കെ വെച്ചിരുന്ന ബോക്സ് ഇപ്പോ നമ്മുടെ മാർട്ടിൻ കൈക്കലാക്കുന്നു. പക്ഷെ പെട്ടെന്നാണ് ആ ഒരു കോംപ്ലക്സിൽ ഉണ്ടായിരുന്ന ലൈറ്റും മറ്റൊക്കെ പ്രകാശിക്കാനായിട്ട് തുടങ്ങിയത്. ഇതേ വരുന്ന മ്യൂട്ടഡോൺസ് എല്ലാവരും ചെതറി ഓടി. നമ്മുടെ റൂബനും കുടുംബവും അവിടെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് കയറിയത്. മ്യൂട്ടഡോൺസ് കടക്കാതിരിക്കാനായിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. മ്യൂട്ടഡോൺസ് എല്ലാം കൂടി അതിനുള്ളിലേക്ക് കയറി. അപ്പോഴും നമ്മുടെ ഡൊളോറസ് എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു ഡൈനോസർ ഇവരെ തേടി എത്തിയിരുന്നു. ഇസബെല അപ്പൊ തന്നെ ആ ഒരു കുഞ്ഞു ഡൈനോസർ ആയിട്ടുള്ള ഡൊളോറസിനെയും കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രീസറിന്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് മിണ്ടാതിരുന്നു. അപ്പോഴേക്കും ഈ ഒരു മ്യൂട്ടഡോൺ അങ്ങോട്ടേക്ക് വന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കുന്നുണ്ട്. അതിനെ തന്നെയാണ് ഇപ്പൊ കാണാനായിട്ട് കഴിയുന്നത്. എന്തോ ഭാഗ്യത്തിന് അവളൊന്നും ചെയ്തില്ല. അപ്പോഴേക്കും റൂബൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻ എടുത്തിട്ട് അപ്പുറത്തേക്ക് എറിഞ്ഞു. ആ ഒരു സൗണ്ട് കേട്ടിട്ട് മ്യൂട്ടഡോൺ അങ്ങോട്ടേക്ക് പോയി. പക്ഷേ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നില്ല. മ്യൂട്ടഡോൺ ആണെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഇവരെ തേടി ഇങ്ങനെ അലഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഡൺകൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലബോറട്ടറിയുടെ ഓഫീസിൽ പോയിട്ട് അതിന്റെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഹെലിപാഡ് എവിടെയാണുള്ളത്, അതുപോലെ തന്നെ ബോട്ടിന്റെ സൗകര്യം എവിടെയാണുള്ളത് എന്നൊക്കെ അവൻ മനസ്സിലാക്കിയതിന് ശേഷം ബാക്കിയുള്ളവരടുത്ത് അത് പറയാനായിട്ട് വന്നു. പക്ഷേ അങ്ങോട്ടേക്ക് അപ്പോൾ ഒരാൾ വരികയാണ്, ഡീറക്സ്, അതായത് ഡിസ്റ്റോർട്ടസ് റെക്സ്. അപ്പോഴേക്കും സ്വന്തം കാര്യം സിന്ദാബാദ് എന്നും പറഞ്ഞുകൊണ്ട് മാർട്ടിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറും എടുത്ത് പോവുകയാണ്. അതിനടിയിലായിട്ട് നമ്മുടെ സോറയും ഉണ്ടായിരുന്നു. സോറ അപ്പൊ തന്നെ ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചു. ഒരു മ്യൂട്ടഡോൺ മാത്രം അവിടെ ഉണ്ടായിരുന്ന ഒരു എയർവിൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓവ് ചാനലിലേക്ക് പോകുന്നത് നമ്മുടെ സോറ കണ്ടു. അതിന് പിന്നാലെ സോറയും പോയി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹെലികോപ്റ്റർ വരുന്നത് നമ്മുടെ ഡോക്ടർ ഹെൻറി കാണുന്നത്. കയ്യും കാലും കാണിച്ചിട്ട് ഈ ഒരു ഹെലികോപ്റ്ററിലുള്ളവർ ആരും തന്നെ അത് കണ്ടില്ല. അപ്പോഴാണ് അവിടെ ഒരു ഫ്ലെയർ ഗൺ ഉള്ള കാര്യം അവൻ ശ്രദ്ധിച്ചത്. ഉടൻ തന്നെ ആ ഒരു ഫ്ലെയർ ഗൺ പൊട്ടിച്ചു. അങ്ങനെ ഇവരെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ആ ഒരു ഹെലികോപ്റ്റർ ഇപ്പോ അടുത്തേക്ക് വരികയാണ്. പക്ഷേ ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ സാക്ഷാൽ ഡീറക്സ് അങ്ങോട്ടേക്ക് വന്ന് ആ ഒരു ഹെലികോപ്റ്റർ ചമച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരൊറ്റ തൊപ്പ്. അതോടുകൂടി ആ ഒരു ഹെലികോപ്റ്ററിന്റെ കാര്യം തീരുമാനമായി. ഇപ്പൊ എല്ലാവരും ആ ഒരു ഓവ് ചാലിലേക്ക് ഇറങ്ങി. നമ്മുടെ ഡങ്കൻ ആ ഒരു ബോട്ടിന്റെ കാര്യം പറഞ്ഞു. ഇതേസമയം മാർട്ടിൻ ആ കാറും ഉപയോഗിച്ച് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അണലിലുണ്ടായിരുന്നവരെ ആക്രമിക്കാനായിട്ടായിരുന്നു ആ ഒരു മ്യൂട്ടോഡോൺ പോയിട്ടുണ്ടായിരുന്നത്. ഇവരുടെ പിന്നാലെ വന്ന ആ ഒരു മ്യൂട്ടോഡോണിനെ അപ്പൊ തന്നെ സോറ വെടിവെച്ച് തീർത്തു കളഞ്ഞു. ഇനി ഇവരുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ആ ഒരു ബോട്ടും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക. പക്ഷെ അവിടെ ഒരുപാട് അഴികൾ ഉണ്ടായിരുന്നു. ആ ഒരു കമ്പികൾക്കിടയിലൂടെ ഇപ്പൊ നമ്മുടെ ഇസബെല്ല പോയിട്ട് ആ ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവരുടെ പുറകിലാണെന്നുണ്ടെങ്കിൽ മ്യൂട്ടഡോൺ ഉണ്ട്, ഫ്രണ്ടിലായിട്ട് ഇപ്പോ ഡീറക്സും വന്നിരിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. നമ്മുടെ മാർട്ടിൻ കാർ ഓടിച്ചു വന്നത് അങ്ങോട്ടേക്കായിരുന്നു.
ആ ഒരു ഡീറക്സ് അപ്പൊ തന്നെ ആ കാറ് പപ്പടമാക്കി. എന്നിട്ട് മാർട്ടിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ നമ്മുടെ സോറ ആ ലീവർ താഴ്ത്തി. അപ്പോഴേക്കും അവരുടെ പിന്നാലെ വന്നിരുന്ന മ്യൂട്ടോഡോൺ ഇപ്പൊ അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ഇവർ ഈ ഒരു ബോട്ടിൽ രക്ഷപ്പെട്ട് പോകുമ്പോ ആ ഒരു ഡീറക്സ് വീണ്ടും അവരെ ഉപദ്രവിക്കാനായിട്ട് വരുന്നു. മറ്റൊരു വഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഡങ്കൻ അപ്പൊ തന്നെ ഫ്ലെയർ കത്തിച്ചിട്ട് അവൻ സ്വയം സാക്രിഫൈസ് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഒരു തടാകത്തിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഡീറക്സ് അവന്റെ പിന്നാലെ പോവുകയാണ്. സോറയ്ക്കാണെന്നുണ്ടെങ്കിൽ ഡങ്കനെ അവിടെ ഇട്ടിട്ട് പോരാൻ മനസ്സും വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു വഴിയുമില്ലാതെ അവരെല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. പിന്നീട് ഒരു സൗണ്ടും കേൾക്കുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഫ്ലെയർ ലൈറ്റ് കാണുകയാണ്. ഡങ്കന് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഡങ്കനെയും രക്ഷിച്ചുകൊണ്ട് ഇവരെല്ലാവരും ആ ഒരു ദ്വീപിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. മാർട്ടിന്റെ കഥയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരുടെ കയ്യിലുള്ള ആ ഒരു സാമ്പിള് ഇപ്പോ കുറച്ചു പേർക്ക് മാത്രമല്ല, അതായത് പണക്കാർക്ക് മാത്രമല്ല, ഈ ഒരു ലോകത്തിന് മുഴുവൻ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാനാണ് സോറയുടെയും ഡോക്ടർ ഹെൻറിയുടെയും തീരുമാനം. ഇനി ഡൈനോസർ ആയിട്ടുള്ള ഡൊളോറസിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് നമ്മുടെ ഇസബെല്ല. ഇങ്ങനെ ഒരു സീന് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.